ഹലോ മക്കളെ, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. ഇതാ നോക്കിയേ, പോളിഗൺസ് ബഹുഭുജങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് മാത്സിൽ പഠിക്കാനുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലേ ബഹുഭുജങ്ങൾ അഥവാ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്റർ. റെഡി? അപ്പൊ മിക്കവാറും സ്കൂളിൽ ഈ ചാപ്റ്റർ ഒക്കെ ആയിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. മിക്ക സ്ഥലങ്ങളിലും സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ് ഈ ചാപ്റ്റർ ആയിരിക്കും ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കമന്റ് ചെയ്യണേ ഏത് ചാപ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ എടുക്കുന്നത്. അത് ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇന്ന് വന്നത് എന്താണെന്നറിയോ, പോളിഗൺസ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്നിട്ട് ആ ചാപ്റ്റർ എങ്ങനെ ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുമോ? അല്ലെങ്കിൽ ഇതുവരെയുള്ള ചാപ്റ്റർ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മാറാൻ പോകുന്നത് ഈ പോളിഗൺ ചാപ്റ്റർ ആയിരിക്കും. നമുക്ക് എക്സാമിന് കുറെ മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരില്ലേ? അപ്പൊ ഇതിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഫുൾ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ചെറിയ ചോദ്യം, മുൻപ് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അത് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിന്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന്. റെഡി? അപ്പൊ ഇതാണ് ആ ചോദ്യം. കുറെ കോണുകളാണ് തന്നത്, കംപ്ലീറ്റ് ആംഗിൾസ് ആണ്. മക്കൾ വായിച്ചു നോക്കേ. ഇൻ ദ ഫിഗർ ആംഗിൾ എ 70 ഡിഗ്രി, ആംഗിൾ ഡി 110 ഡിഗ്രി, ആംഗിൾ സി എത്രയാ 80 ഡിഗ്രി. മലയാളത്തിലുണ്ട് കേട്ടോ. കോൺ എ 70, കോൺ ഡി 110, കോൺ സി 80 ഡിഗ്രി. ഇതിപ്പോ ആരെ പറ്റിയാ പറയുന്നേ? ഇതാ ചിത്രം കണ്ട, ഇതാണ് നമ്മുടെ ഒരു പോളിഗൺ ആണ്. എത്ര സൈഡ് ഉണ്ട്? 4 സൈഡുകൾ ഉണ്ട്. ക്ലോസ് ആയി കിടക്കല്ലേ, ഈ 4 സൈഡും കൂടെ ഇങ്ങനെ അടഞ്ഞു കിടക്കുക അല്ലേ, ഇങ്ങനെ ക്ലോസ്ഡ് ആയി കിടക്കുന്ന ഒരു രൂപം. നമ്മൾ ഈ അടഞ്ഞു കിടക്കുന്ന ഈ 4 വശങ്ങളിലെ ഈ രൂപത്തിനെ വിളിക്കുന്ന പേരെന്താ? ഇത് നിങ്ങൾക്ക് പണ്ടേ അറിയുന്നതാണ്, ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ആള് ഒരു പോളിഗൺ ആണ്. ഓക്കെ ആണ്, നോക്കിക്കോണേ. അപ്പൊ ഇതൊരു പോളിഗൺ ആണ്. പോളിഗൺ ബഹുഭുജം. നമുക്ക് തന്നത് ഈ പോളിഗണിലുള്ള 3 ആംഗിൾസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങോട്ട് തന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, കോൺ എ ബി സി എത്ര? അത് കഴിഞ്ഞോ കോൺ സി ബി ഇ എത്ര? 2 ആംഗിൾസ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഈ ചിത്രം ഒന്ന് ഇങ്ങോട്ടേക്ക് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. മക്കളെ നോക്കിക്കോണേ. എ ബി സി ഡി എന്നൊക്കെ പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എങ്ങനെ പുറമേക്ക് നീണ്ടു കിടക്കുന്നത്? തൽക്കാലം അവിടെ നിൽക്കട്ടെ, ഒരു വാല അവിടെ കിടക്കട്ടെ അല്ലേ. ഇതാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. ഇത്രയേ ഉള്ളൂ കേട്ടോ. എ ബി സി ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ചതുർഭുജം. ഈ ക്വാഡ്രിലാറ്ററലിലെ 3 ആംഗിൾ ആണ് തന്നത്. ഈ 4ാമത്തവൻ എത്ര ഡിഗ്രി എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ എല്ലാം കൂടെ ആഡ് ചെയ്താൽ, ഇന്നർ ആംഗിളിന്റെ സം എടുത്താൽ, ഈ കോണുകൾ എല്ലാം കൂടെ കൂട്ടിയാൽ 180 ആണോ 360 ആണോ? 360 ഡിഗ്രി ഉണ്ടാവും അല്ലെ. 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. അറിയാത്ത ആൾക്കാരുണ്ടോ? ഇനി അറിയാത്ത ആൾക്കാരുണ്ട്, ഞാൻ ഒരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം. ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന കേട്ടോ. നമ്മൾ ഇതിങ്ങനെ നടുവിൽ കൂടെ ഇങ്ങനെ ഒരു വര കൊണ്ട് വരയ്ക്കുക. അപ്പൊ ഇതെന്ത് സംഭവിച്ചു? നമ്മുടെ ക്വാഡ്രിലാറ്ററൽ 2 ട്രയാങ്കിൾസ് ആയിട്ട് മാറി, 2 ത്രികോണങ്ങൾ. ഒരു ത്രികോണത്തിലുള്ള 3 കോണും കൂടെ കൂട്ടിയ 180 ഡിഗ്രി. അതറിയാത്ത ആരുമില്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു 180 ഡിഗ്രി, ഇപ്പുറത്തെ ത്രികോണത്തിൽ വേറെ ഒരു 180 ഡിഗ്രി. 180 ആകെ എത്രയാ? 360 ഡിഗ്രി പോരെ. അപ്പൊ നമുക്ക് ക്വാഡ്രിലാറ്ററലുള്ള എല്ലാ ആംഗിളും കൂടെ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചാൽ, ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് 2 ട്രയാങ്കിൾ ആണ്. അപ്പൊ 2 ത്രികോണത്തിലുള്ളതും കൂടെ കൂട്ടിയാൽ, ഒരു ത്രികോണം 180, മറ്റേത് 180, ആകെ 360 ഡിഗ്രി. അപ്പൊ ഇതെല്ലാം കൂടെ എത്ര ഉണ്ട് മക്കളോ? എല്ലാം കൂടെ 360 ഡിഗ്രി ഉണ്ട്. അതിൽ ഇയാൾ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. കണ്ടുപിടിച്ചൂടെ? ഇയാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും? ആകെ 360. അപ്പൊ നിങ്ങൾ ആ ടോട്ടലുള്ള 360 ഡിഗ്രിന്ന് മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? ഈ തന്ന 3 എണ്ണം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോ. ഈ 110ഉം 70യും കൂടെ 180 ഡിഗ്രി. 180നോട് ഒരു 80യും കൂടെ പ്ലസ് ചെയ്യാനുണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി? 260 ഡിഗ്രി എന്ന് ആൻസർ കിട്ടും. 260. 360, 260 മൈനസ് ചെയ്തോ. ആൻസർ 100 ഡിഗ്രി. 100 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ ഉണ്ടാവുക. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? 100 ഡിഗ്രി. ഇവിടെ മാർക്ക് ചെയ്ത് നോക്കണോ? ഇതെവിടെ കൊടുക്കുകയാണ്? ആംഗിൾ എ ബി സി 100 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ചോദ്യം കൂടെ ബാക്കി കിടക്കുന്നുണ്ട്. ഏതാ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? ആംഗിൾ സി ബി ഇ എത്രയാ? സി ബി ഇ എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോക്കിക്കോണേ. ഇത് മുഴുവനായിട്ട് ഒരു ലൈൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറെ ഒരു ലൈൻ. അപ്പൊ ഇത് 2 ലൈൻസ്. ഇത് എന്താ സംഭവം? ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡി. നമ്മുടെ പഴയ 7ാം ക്ലാസ്സിലെ ലീനിയർ പെയർ, ഒരു വര ഇങ്ങനെ ഒരു വര ഇങ്ങനെ, ലീനിയർ പെയർ രേഖീയ ജോഡിയിലാണെങ്കിൽ അതിലെ ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി, അനുപൂരകമായിരിക്കും. ഇത് 2 കൂടെ കൂട്ടിയാലേ 180 ഡിഗ്രി ഉണ്ടാവും. അത്രേ ഉള്ളൂ കേട്ടോ. സപ്ലിമെന്ററി എന്ന് കേട്ട് പേടിക്കണ്ടേ. 2ഉം കൂടെ കൂട്ടിയാൽ ഇതും കൂടെ ആഡ് ചെയ്താൽ 180 ആണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ഒരെണ്ണം 100 ആണെങ്കിൽ മക്കളെ ബാക്കി എത്ര ഉണ്ടാവും? ഇവിടെ 80 ഡിഗ്രി വേണ്ടേ?
അപ്പോഴല്ലേ ടോട്ടൽ 180 ആവുള്ളൂ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു 80 ഡിഗ്രി. 80 ഡിഗ്രി. സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചോദ്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലേ? ഞാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ ആൻസർ ഒക്കെ മനസ്സിലാക്കി പറയാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിൽ ക്വാഡ്രിലാറ്ററൽ മാത്രമല്ലല്ലോ പഠിക്കാണ്ടാവുക. എന്തൊക്കെയാ പോളിഗൺസിൽ പഠിക്കാണ്ടാവുക? 3 സൈഡുള്ള 3 വശങ്ങളുള്ള ബഹുഭുജല്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രയാങ്കിൾ എന്ന് വിളിക്കുക. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? 4 സൈഡുള്ള പോളിഗണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ 5 സൈഡിൽ തന്നെ വിളിക്കുന്ന പേരെന്താ അറിയില്ലേ? എന്താ? പെന്റഗൺ എന്ന് വിളിക്കും. പെന്റഗൺ. അടിപൊളിയാ അല്ലേ? അതിന്റെ മലയാളത്തിൽ എന്താ പറയാ? പഞ്ചഭുജം എന്നാട്ടോ പറയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. 6 സൈഡുള്ള പോളിഗൺ 1 2 3 4 5 6 ഇങ്ങനെ 6 സൈഡുള്ള പോളിഗണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അറിയാമെങ്കിൽ കമന്റ് ചെയ്തോളാ. 6 വശങ്ങളുള്ള ബഹുഭുജത്തിന്റെ പേരെന്താ? ഓക്കെ. അപ്പൊ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നാളെ വൈകിട്ട് 7 മണിക്ക്, കൃത്യം 7 മണിക്ക്, മക്കളെ 8-ാം തീയതി കേട്ടോ, കൃത്യം 7 മണിക്ക് നമ്മൾ യൂട്യൂബിൽ ഈ ചാപ്റ്ററിന്റെ ലൈവ് ഉണ്ടാവും. കംപ്ലീറ്റ് പോളിഗൺ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടത്, എന്തൊക്കെ ഇക്വേഷൻ പഠിക്കണം, എങ്ങനെയാണ് പ്രോബ്ലം വരിക, കംപ്ലീറ്റ് നമുക്ക് പഠിച്ചു തീർത്താളണം. ഈ ചാപ്റ്ററിന് ഒരു 1/2 മാർക്ക് പോലും നമുക്ക് എക്സാമിന് കളയാൻ പാടില്ല. സൂപ്പർ ആയിട്ട് പഠിക്കണം. അപ്പൊ നാളെ വൈകിട്ട് 7 മണിക്കുള്ള ലൈവിൽ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വരും കേട്ടോ. പിന്നെ മറക്കണ്ട, ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. ബാക്കി നമുക്ക് നാളെ കാണാം. ബൈ.